പല അമ്മമാർക്കും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കാണുന്ന ഹെമാൻജിയോമ ആകുലത ഉണ്ടാക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഹെമാൻജിയോമ ഓഫ് ഇൻഫൻസി എന്ന് പറയുന്ന രക്തമറകൾ സർവ്വസാധാരണമാണ്. അത് കൂടുതലായിട്ടും ഫേസിലും നെക്കിലും ട്രങ്കിലുമാണ് കാണപ്പെടുന്നത്. ഇത് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ചെറിയ ഒരു പൊട്ട് പോലെ വരികയും കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് വളർന്നു വരികയും അത് പിന്നെ അങ്ങ് തനിയെ ചുരുങ്ങി പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസിൽ അത് ഒരു ഡോർമൻ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഇത് റാപ്പിഡ്ലി പ്രോലിഫറേറ്റ് ചെയ്ത് വളർന്ന് വലുതായി വരുന്നു. ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം വരെയാണ് റാപ്പിഡ് പ്രോലിഫറേറ്റീവ് ഫേസ്. അതിനുശേഷം അത് സെൽഫ് ഇൻവൊല്യൂട്ട് ചെയ്ത് പോയി യൂഷ്വലി ഒരു 15 മുതൽ 18 മാസം കൊണ്ട് ചുരുങ്ങിപ്പോകുന്നു. സാധാരണഗതിയിൽ ഇത് ചുരുങ്ങിപ്പോകുമ്പം അവിടെ ചെറിയ രീതിയിലുള്ള സ്കിൻ ലൂസാകുന്നു. ചിലപ്പോൾ അവിടെ ഒരു ചെറിയ പാട് പോലെ കിടക്കുകയും ചെയ്യുന്നു. ചില ഹെമാൻജിയോമാസ് അത് റാപ്പിഡ്ലി പ്രോഗ്രസ് ചെയ്യുകയും വായ, ചുണ്ട്, മൂക്ക്, കണ്ണിനോട് പ്രതലത്തിലോട്ട് വരുന്നു. അത് എയർവേസിന് കോംപ്രമൈസ് ചെയ്യുന്നു. സ്കെൽറ്റൽ ഡീഫോമിറ്റീസ് വരുന്നു. സ്പൈനിൻ്റെ അകത്ത് വരുന്നു. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഹെമാൻജിയോമാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നിർബന്ധമായിട്ട് ചികിത്സ തേടുകയും ചെയ്യുന്നു. യൂഷ്വലി ഇതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇത് സെൽഫായിട്ട് തനിയങ്ങ് പോവുകയും ചെയ്യുന്നതാണ്. കുഞ്ഞിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള എയർവേ കോംപ്രമൈസോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് തരുന്നതും ആയിരിക്കും.